MSS മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം 2019 സ്കീം S5 സ്റ്റുഡൻസിന് പഠിക്കാൻ വരുന്ന എക്സാമാണ് MSS. സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്ന സമയം അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു വീട് വെക്കാൻ പോകുന്ന സമയം ആ വീടിന് നമ്മളൊരു ബേസ്മെന്റ് ഇടുന്നത് മുതൽ ആ വീടിന്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത് വരെ അത് കുറേ ഫേസസിലൂടെ കടന്നു പോകാം അല്ലെ. ഇതുപോലെ തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സ്. നമ്മൾ ഇതിനെ സിംപ്ലി SDLC എന്ന് പറയും, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ഈ SDLCക്ക് അകത്ത് വരുന്ന ഫേസസ് റിക്വയർമെന്റ്സ് അനാലിസിസ്, റിക്വയർമെന്റ്സ് ഗ്യാതറിംഗ്, then അത് അനലൈസ് ചെയ്യുന്നു, then അതിന്റെ ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ഫേസസിലൂടെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സ് ഓരോ മൊഡ്യൂളിൽ പഠിക്കുന്നതും ഞാൻ ഈ പറഞ്ഞ ഫേസസിനെ കുറിച്ചും കൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രെൻഡ്സ്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് തുടങ്ങിയ കാര്യങ്ങളാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കീമിലെ S5 ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ സബ്ജക്റ്റാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഫോളോ ചെയ്യുക. ഈ സബ്ജക്ട് പഠിക്കുമ്പോഴും എക്സാമിന് എഴുതുന്ന സമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോയിന്റ്സ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും ഈ ക്വസ്റ്റ്യനിൽ ഇത്ര പോയിന്റ്സ് എഴുതണം. SA ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൽ ഇത്ര പോയിന്റ്സ് എഴുതണം. ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ആ ഡയഗ്രാം വരയ്ക്കണം. പ്രോപ്പർ ആയിട്ട് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ട് പഠിക്കുക. ഈ പോയിന്റ്സ് അതുപോലെ എക്സാമിന് എഴുതുക. ഈ സബ്ജക്റ്റിന്റെ പേപ്പർ നോക്കുന്ന സമയത്ത് പേപ്പറിൽ കാണുന്ന ഒരു കാര്യമാണ് വെറുതെ ഇങ്ങനെ കഥ എഴുതുന്ന പോലെ എഴുതി പോകും. അങ്ങനെ എഴുതരുത്. 3 മണിക്കൂർ കൊണ്ട് ഈ എക്സാം എഴുതി തീർക്കണമെങ്കിൽ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്കത് എഴുതി തീർക്കാനും സാധിക്കുള്ളൂ. മൊഡ്യൂൾ 1 ആദ്യം പഠിക്കേണ്ടതാണ് വാട്ട് ഈസ് സോഫ്റ്റ്വെയർ. ഒരു സോഫ്റ്റ്വെയർ എന്താണ്, ഹൗ ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ്, സോഫ്റ്റ്വെയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഡിഫറൻസ്, ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബേസ്. ഇത് എക്സാമിന് ചിലപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 3 മാർക്സിന് ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു SA ക്വസ്റ്റ്യൻ ആണ് സോഫ്റ്റ്വെയർ ലെയേർഡ് ടെക്നോളജി. ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഈ സബ്ജക്ട് അത്യാവശ്യം വാസ്റ്റ് ആണ്, കുറെ ഫേസസ് പഠിക്കാനുണ്ട്. ഓക്കെ, ആ ഒരു ലെയേർഡ് ടെക്നോളജിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു SA ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് ബേസ് ആണ് കേട്ടോ. ഈ ലെയേർഡ് ടെക്നോളജി എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് ഫർദർ മൊഡ്യൂൾസ് ക്ലിയർ ആയിട്ട് പഠിക്കാനും സാധിക്കും. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള 2-3 ക്വസ്റ്റ്യൻസ്. ഒന്ന്, സോഫ്റ്റ്വെയർ പ്രോസസ് എന്താണെന്ന് ചോദിക്കും. അതുപോലെ സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി പറഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതുപോലെ അജൈൽ മെത്തഡോളജിനെ കുറിച്ചും ചോദിക്കും. പാർട്ട് എയിൽ 1 and 2 ഈ 2 ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതൊക്കെയാണ്. SAയിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു SA പറഞ്ഞു. സെക്കൻഡ് SA സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. SDLC പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് പഠിക്കാവൂ. വാട്ടർഫാൾ മോഡൽ SAക്ക് സാധാരണ ചോദിക്കുന്നതാണ്, പക്ഷെ ഇൻഡസ്ട്രിയിൽ ഇത് യൂസ് ചെയ്യാറില്ല. IT ഫീൽഡിൽ നിന്ന് യൂസ് ചെയ്യാത്തൊരു മോഡലാണ് വാട്ടർഫാൾ മോഡൽ. നിങ്ങൾ പഠിക്കുമ്പോൾ തിയററ്റിക്കലി എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ 2 ടൈപ്സ് വരുന്നുണ്ട്. ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡൽ ഉണ്ട്, ഐട്രേറ്റീവ് വാട്ടർഫാൾ മോഡൽ ഉണ്ട്. വാട്ടർഫാൾ മോഡൽ പഠിച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കേണ്ടത് പ്രോട്ടോടൈപ്പിംഗ് മോഡലാണ്. വാട്ടർഫാൾ മോഡൽ നമുക്കറിയാം, ഒരു ഫേസ് കഴിഞ്ഞ് അടുത്ത ഫേസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഫേസിലേക്ക് നമുക്ക് തിരികെ വരാൻ പറ്റില്ല. അതാണ് ക്ലാസിക്കൽ വാട്ടർഫാൾ മോഡലിന്റെ ഇഷ്യൂ. ഓക്കെ, ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ ആയിരുന്നു ഐട്രേറ്റീവ് വാട്ടർഫാൾ മോഡൽ. പക്ഷേ ഈ വാട്ടർഫാൾ മോഡൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തിയററ്റിക്കലി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഐട്രേറ്റീവ് പിന്നെയും പ്രാക്ടിക്കലിൽ കൊണ്ടുവരാം, പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ വരുന്നത് ഒന്ന് പ്രോട്ടോടൈപ്പ് മോഡലാണ്. പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു വലിയ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ മിനിയേച്ചർ, അതൊരു പ്രോട്ടോടൈപ്പ് എന്ന് പറയും. അത് ബിൽഡ് ചെയ്തിട്ട് കസ്റ്റമറെ കാണിക്കുന്നു. ആളുടെ ഫീഡ്ബാക്ക് മേടിച്ചിട്ട് അത് വീണ്ടും മോഡിഫൈ ചെയ്ത് കൊടുക്കുന്നു. ആ പ്രോട്ടോടൈപ്പ് അയാൾ കണ്ട് സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ അത് ലോ കോസ്റ്റ് ആയിരിക്കും. നമ്മൾ അതിന് മിനിമം വയബിൾ പ്രോഡക്റ്റ് എന്നാണ് സാധാരണ പറയുന്നത്, ഇൻഡസ്ട്രിയിൽ പറയുന്ന MVP. ഇതിപ്പോൾ പ്രോട്ടോടൈപ്പ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ പ്രോട്ടോടൈപ്പ് നമ്മൾ അയാൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു. കസ്റ്റമർ അത് കണ്ട് മനസ്സിലാക്കുന്നു, ഓക്കെ പറയുകയാണെങ്കിൽ 2 രീതിയിൽ ചെയ്യാറുണ്ട്. അതിനെ തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് മെയിൻ പ്രൊജക്റ്റിലേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റയർലി ഫ്രഷ് ആയിട്ട് വലിയ പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇതാണ് പ്രോട്ടോടൈപ്പ് മോഡൽ. വാട്ടർഫാൾ മോഡൽ പോലെയല്ല, സ്റ്റാർട്ടിങ്ങിൽ ഒരു സൈക്കിൾ ഉണ്ടാകും. പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്നു, കസ്റ്റമറെ കാണിക്കുന്നു, അയാളുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു, വീണ്ടും സജഷൻസ് എടുത്ത് ദെൻ ആ ഫീഡ്ബാക്ക് വെച്ചിട്ട് വീണ്ടും അത് റീബിൽഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫേസ് ഇവിടെ ഇനിഷ്യലി വരുന്നുണ്ട്. മാത്രമല്ല വാട്ടർഫാൾ മോഡൽ പ്രീവിയസ് ഫേസിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ് അടുത്ത് പഠിക്കേണ്ടത് ഇൻക്രിമെന്റൽ ഓർ എവല്യൂഷണറി മോഡലാണ്. വലിയ പ്രൊജക്റ്റ് ആയിരിക്കും, ഒത്തിരി വർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ട പ്രൊജക്ട്സ് ആയിരിക്കും. പക്ഷെ ഇത്രയും ടൈം വരെ ക്ലയന്റ് അവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ക്ലയന്റിന് ഇമ്മീഡിയറ്റ് ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാനായിട്ട് ക്ലയന്റ് ചോദിക്കും. ഈ ടൈമിലാണ് നമ്മൾ ഇൻക്രിമെന്റൽ മോഡലിലേക്ക് പോകുന്നത്.
ഓരോ വേർഷൻസ് ആയിട്ട് റിലീസ് ചെയ്ത് പോകുന്നു. ഫസ്റ്റ് റിലീസ് കൊടുക്കുന്നു, നെക്സ്റ്റ് ഇൻക്രിമെന്റ് ആകുമ്പോൾ നെക്സ്റ്റ് റിലീസ് കൊടുക്കുന്നു. ഇങ്ങനെ പോകുന്നതാണ് എന്താ ഇൻക്രിമെന്റൽ മോഡൽ ഓർ എവല്യൂഷണറി മോഡൽ. ഇനി ഒരു മോഡൽ വരുന്നത് സ്പൈറൽ മോഡലാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന മോഡലാണ് സ്പൈറൽ മോഡൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഓരോ മോഡൽസ് പഠിക്കണം, ദെൻ ഇതിന്റെ കമ്പാരിസൺസും കൂടെ പഠിക്കണം. കാരണം എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു മോഡൽ ഉറപ്പായിട്ടും ചോദിക്കും. ചിലപ്പോൾ കമ്പാരിസൺ ആയിരിക്കും ചോദിക്കുന്നത്. വാട്ടർഫാളും ഇൻക്രിമെന്റലും അല്ലെങ്കിൽ ഇൻക്രിമെന്റലും പ്രോട്ടോടൈപ്പിക്കും, ഇങ്ങനെ ഏതെങ്കിലും രണ്ട് മോഡൽസിന്റെ കമ്പാരിസൺ ആയിരിക്കും ചോദിക്കുന്നത്. ഒരു കാരണവശാലും ഈ മോഡൽസ് നിങ്ങൾ പഠിക്കാതെ പോകരുത്. SDLC മസ്റ്റായിട്ട് പഠിക്കണം, ഈ മോഡൽസ് മസ്റ്റായിട്ട് പഠിക്കണം. ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഓവറോൾ ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് റിമൈനിങ് മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഓർഡർ മാറ്റി പഠിക്കാനൊക്കെ അത് ഈസി ആയിരിക്കും. ഓക്കെ, മോഡൽസ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അജൈൽ മെത്തഡോളജി. സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് അജൈൽ മെത്തഡോളജി. നമ്മുടെ IT ടീമിനകത്തും നമ്മൾ ഫോളോ ചെയ്യുന്നത് അജൈൽ മെത്തഡോളജിയാണ്. ഈവൻ ഫുൾ സ്റ്റാക്ക് ഇന്റേൺഷിപ്സിലും ഞങ്ങൾ സെയിം മെത്തഡോളജി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അജൈൽ മെത്തഡോളജി അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നെക്സ്റ്റ് പഠിക്കേണ്ടത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അജൈൽ മെത്തഡോളജിയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുമ്പോൾ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുക. സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് ഒരു സെക്ഷൻ, അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അജൈൽ മെത്തഡോളജിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, പോയിന്റ്സ് അതുപോലെ സബ് പോയിന്റ്സ് അങ്ങനെ എഴുതി വെച്ചിട്ട് പഠിക്കുക. എക്സാമിനും പോയിന്റ്സ് ആയിട്ടും സബ് പോയിന്റ്സ് ആയിട്ടും എഴുതുക. ഓക്കെ, മൊഡ്യൂൾ 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ പഠിക്കേണ്ടതെന്ന് അറിയാം. മൊഡ്യൂൾ 2, 3 പഠിക്കേണ്ട, മൊഡ്യൂൾ 4ലേക്ക് പോവാം. മൊഡ്യൂൾ 2 അത്യാവശ്യം വാസ്റ്റ് ആണ്, ഒത്തിരി ടൈം അവിടെ നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കാം. സോ മൊഡ്യൂൾ 4ലേക്ക് പോവാം. അവിടെ വളരെ കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുള്ളൂ. മൊഡ്യൂൾ 4 ആദ്യം പഠിക്കേണ്ടത് റിസ്ക് മാനേജ്മെന്റ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന essay ക്വസ്റ്റ്യൻ ആണ് റിസ്ക് മാനേജ്മെന്റ്. essay ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിക്കും കേട്ടോ. റിസ്ക് എന്താണെന്ന് പഠിക്കണം, ടൈപ്സ് ഓഫ് റിസ്ക് എന്താണെന്ന് പഠിക്കണം, റിസ്ക് ഐഡന്റിഫിക്കേഷൻ, റിസ്ക് അസസ്മെന്റ്, റിസ്ക് മോണിറ്ററിംഗ്, റിസ്ക് മാനേജ്മെന്റ് essay ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കണം. സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റിലെ SDLC ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ 4P നിങ്ങൾ പഠിക്കാതിരിക്കരുത്. പീപ്പിൾ, പ്രോഡക്റ്റ്, പ്രോസസ്, പ്രൊജക്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ടോപ്പിക് വരുന്നത് കോക്കോമ മോഡൽ. കോസ്റ്റ് എസ്റ്റിമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് കോക്കോമ മോഡൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുകൂടി പഠിക്കണം. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊജക്റ്റ് നമ്മൾ 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ആയിട്ട് സ്പ്രിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് സാധാരണ പ്രൊജക്ട്സ് ചെയ്യുന്നത്. എൻ്റെ കമ്പനിയിൽ തന്നെ ഇവിടെ നമുക്ക് IT ടീമുണ്ട്. ഒരു ടീമിനകത്ത് ഞങ്ങളൊരു 8 മെമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഈ 8 മെമ്പേഴ്സിൽ കുറച്ച് പേര് ഫ്രണ്ട് എൻഡ് ആണ്, കുറച്ച് പേര് ബാക്ക് എൻഡ് ആണ്, കുറച്ച് ടെസ്റ്റേഴ്സ് വരുന്നുണ്ട്, ഡെവോപ്സ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, പ്രൊജക്ട് മാനേജേഴ്സ് ഉണ്ട്. ഇങ്ങനെ ടീം ഡിവൈഡ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ ഇതിൽ പ്രൊജക്ട് മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ Day 1 അതായത് മൺഡേ ഇതിൽ ഓരോ ടീം മെമ്പേഴ്സ് എന്താ ചെയ്യുന്നത്, Day 2 അയാൾ എന്താ ചെയ്യേണ്ടത്, Day 3 എന്താ ചെയ്യേണ്ടത്, ഇതിനൊരു സീക്വൻസ് ഉണ്ട്. കാരണം അങ്ങനെ ഒരു സീക്വൻസ് പ്ലാൻ ചെയ്താൽ മാത്രമേ ഈ പ്രൊജക്ട് നമുക്ക് ബിൽഡ് ചെയ്ത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് റിലീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇങ്ങനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കെൻഡ് വരെ, ഓക്കെ, അങ്ങനെ 2 വീക്സിന്റെ സ്പ്രിന്റ് ആണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് പോകുന്നത്. ഡിപ്പെൻസ് ആണ്, ചിലപ്പോൾ 3 വീക്സിലേക്ക് മാറും. അത് ആ ഫീച്ചേഴ്സിനനുസരിച്ച് മാറാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊജക്ട് മാനേജർ എന്തെയും അറേഞ്ച് ചെയ്തിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ആവശ്യമുണ്ട്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന തിങ്സ് ആണ് സ്ക്രം, കൻബൻ ബോർഡ്, അതുപോലെ ലീൻ അപ്രോച്ചസ്. ഓക്കെ, ഞങ്ങളിവിടെ കൻബൻ ബോർഡാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ സ്ക്രം യൂസ് ചെയ്യുന്നുണ്ട്, സ്പ്രിന്റ് സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. IT കമ്പനീസ് സ്ട്രക്ചേർഡ് ആയിട്ട് കൊണ്ടുപോകുന്ന കമ്പനീസ് എല്ലാം ഇങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ സ്ക്രം, കൻബൻ, ലീൻ അപ്രോച്ചസ് ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ മൊഡ്യൂളിന്റെ ലാസ്റ്റ് വരുന്നുണ്ട്. സോ അതുകൂടെ നന്നായിട്ട് പഠിക്കണം. കോൺഫിഗറേഷൻ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, അതൊരു essay ക്വസ്റ്റ്യൻ. കോൺഫിഗറേഷൻ മാനേജ്മെന്റ് പ്രോസസ് ആക്ടിവിറ്റീസ്, ഇത് ഡയഗ്രാം വരുന്നുണ്ട്. നിങ്ങളുടെ essay ക്വസ്റ്റ്യൻസിന് പ്രത്യേകത എന്താ അറിയാം? ഈ സബ്ജക്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതെല്ലാം essay ആയിട്ട് ചോദിക്കുന്നത് 7+7 അങ്ങനെ A, B 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ 14 മാർക്സിന്റെ സിംഗിൾ essay ക്വസ്റ്റ്യൻ വരുന്നില്ല. 7 മാർക്സ് വീതം 2 ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 6 മാർക്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 8 മാർക്സ്, ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. സോ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചില 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അത് essayയുടെ ഒരു വാല്യൂ ഉണ്ടാവും. 7 മാർക്സ് ആണെങ്കിലും essayയുടെ അത്രയും ലെങ്ത് ഉണ്ടാവും, അത്യാവശ്യം ഡ്യൂറേഷൻ ഉണ്ടാവും എഴുതുന്ന സമയം. സോ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഒരു 3 to 4 പേജസ് മിനിമം എഴുതുക. 10 to 15 മിനിറ്റ്സ് കൊണ്ട് അത് എഴുതി തീർക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പഠിക്കേണ്ടത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 നോക്കുമ്പോൾ മൊഡ്യൂൾ 3യിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇംപ്ലിമെന്റേഷനും ടെസ്റ്റിങ്ങും ആണ്. മൊഡ്യൂൾ 2ൽ ഡിസൈൻ ഫേസ് വരുന്നുണ്ട്. റിക്വയർമെന്റ് അനാലിസിസും ഡിസൈനുമാണ് മൊഡ്യൂൾ 2ൽ വരുന്നത്. ഡിസൈൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അത് കോഡ് എഴുതുക, കോഡ് എഴുതുന്ന ടെസ്റ്റിംഗിലേക്ക് പോകുന്നു. ഈ കോഡിംഗ് ചെയ്യുന്ന സമയത്ത് അതാണ് ഇംപ്ലിമെന്റേഷനിൽ വരുന്നത്. ആദ്യം ഓരോ മൊഡ്യൂൾസ് ആയിട്ട് കോഡ് എഴുതുന്നത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ കോഡ് എഴുതാം. ടോപ്പ് ഡൗൺ സ്ട്രാറ്റജി ഫോളോ ചെയ്യാം, ബോട്ടം അപ്പ് സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് പഠിക്കണം.
ഓരോ മൊഡ്യൂൾസ് ആയിട്ടായിരിക്കും യൂഷ്വലി കോഡ് എഴുതുന്നത്. മൊഡ്യൂൾസ് എഴുതി കഴിഞ്ഞിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ യൂണിറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്. ടെസ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് യൂണിറ്റ് ടെസ്റ്റിംഗ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്, അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്, ഇവിടെ ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ഇവിടെ പഠിക്കാനുണ്ട്. തീർന്നില്ല, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് അതുകൊണ്ട് പഠിക്കാൻ. ബ്ലാക്ക് ബോക്സ് നിങ്ങൾക്കറിയാം, ഇൻസൈഡ് നമുക്ക് വർക്കിംഗ് അറിയാൻ പറ്റില്ല, ഇൻപുട്ട് കൊടുക്കുന്നു, അതിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നു. സോ ബ്ലാക്ക് ബോക്സിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഇക്വലൻസ് പാർട്ടീഷൻ ഉണ്ട്, ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഉണ്ട്, ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് ഉണ്ട്, ഓർത്തോഗണൽ ടെസ്റ്റിംഗ് ഉണ്ട്. വൈറ്റ് ബോക്സ് വരുമ്പോൾ നമുക്ക് ഇൻസൈഡ് കൂടെ ചെക്ക് ചെയ്യാറുണ്ട്. വൈറ്റ് ബോക്സിനകത്ത് ബേസിസ് പാത്ത് ടെസ്റ്റിംഗ്, കൺട്രോൾ സ്ട്രക്ചർ ടെസ്റ്റിംഗ് ഇൻസൈഡ് നോക്കുന്നുണ്ട്. ആ ഒരു ഫ്ലോ കൺട്രോൾ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്ത് പോകുന്ന ടെസ്റ്റിംഗ് ആണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഇതുപോലെ കോഡ് റിവ്യൂ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഡ് വാക്ക് ത്രൂ, കോഡ് ഇൻസ്പെക്ഷൻ, ഇത് മസ്റ്റായിട്ട് പഠിക്കണം. നമ്മൾ ടെസ്റ്റിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് കേസസ് ഉണ്ട്. ടെസ്റ്റ് കേസസ് എപ്പോഴും ബിൽഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ടെസ്റ്റ് കേസസ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കണം. അതുപോലെ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ഓക്കെ, ഇവിടെ കോഡിങ്ങും ടെസ്റ്റിങ്ങും സത്യത്തിൽ പഠിക്കാൻ ഈസിയാണ്. മൊഡ്യൂൾ 4 ആൻഡ് മൊഡ്യൂൾ 3 ഇത് രണ്ടും പഠിക്കാൻ ഈസിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ സാധിക്കുന്ന 2 മൊഡ്യൂൾസ് ആണ്. പക്ഷേ നമുക്ക് ബേസ് വേണം. മൊഡ്യൂൾ 1 നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾസ് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ സാധിക്കൂ. മൊഡ്യൂൾ 3 കഴിഞ്ഞിട്ടില്ല. മൊഡ്യൂൾ 3 ഇനി പെൻഡിങ് വരുന്നുണ്ട്. കോഡ് മാനേജ്മെന്റ് ഉണ്ട്, ഡെവോപ്സ് ഓട്ടോമേഷൻ, CI/CD പൈപ്പ്ലൈനിങ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും മസ്റ്റായിട്ട് പഠിക്കണം. കൂടാതെ സോഫ്റ്റ്വെയർ എവല്യൂഷൻ പ്രോസസ്, സോഫ്റ്റ്വെയർ മാനേജ്മെന്റ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഒരുപാട് ആയല്ലോ, ഇതെങ്ങനെ പഠിച്ചു തീർക്കുന്നു, ഓൾമോസ്റ്റ് സിലബസിനകത്തുള്ള എല്ലാ ടോപ്പിക്സും ആയില്ലെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ ഈ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് മാത്രമാണ്. ഞാൻ ഈ പറഞ്ഞതിലും കൂടുതൽ ടോപ്പിക്സ് ആ മൊഡ്യൂളിനകത്ത് ഇനി വന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ടോപ്പിക്സ് പഠിച്ചു പോവുക. പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുകയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻസ്, ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. സോ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 3. നെക്സ്റ്റ് പഠിക്കേണ്ടത് മൊഡ്യൂൾ 5. ഈ ഒരു മൊഡ്യൂൾ കൂടെ നിങ്ങൾ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്സ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, മൊഡ്യൂൾ 5-നകത്ത് എന്തൊക്കെ പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 5 നമുക്ക് 3 ആയിട്ട് പാർട്ടീഷൻ ചെയ്യാം. സോഫ്റ്റ്വെയർ ക്വാളിറ്റി, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, ടെക് ട്രെൻഡ്സ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ടെക് ട്രെൻഡ്സിന് വന്നിട്ടുള്ളത്. സോഫ്റ്റ്വെയർ ക്വാളിറ്റി, അവിടെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് CMMI, പ്രോസസ് ഇംപ്രൂവ്മെന്റ് ഫ്രെയിംവർക്ക്. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഒരു കാരണവശാലും ഈ ടോപ്പിക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ്, ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ. ഈ ടോപ്പിക്കും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. സോ ഇതും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ഓക്കെ, ഈ ഒരു സെക്ഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് മൈക്രോ സർവീസസ് ആണ്. മൈക്രോ സർവീസസ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെയിലുവേഴ്സ് പഠിക്കും. അതുപോലെ മൈക്രോ സർവീസിന്റെ ആർക്കിടെക്ചർ ഉണ്ട്, ഇതിന്റെ ഡീപ്ലോയ്മെന്റ് ഉണ്ട്. മൈക്രോ സർവീസസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ്, അതിന്റെ ആർക്കിടെക്ചറും ഡീപ്ലോയ്മെന്റും ഒക്കെ മസ്റ്റായിട്ട് പഠിക്കണം. ഇതുപോലെ മറ്റൊരു ടോപ്പിക് വരുന്നത് വിർച്വലൈസേഷൻസ്, കണ്ടെയ്നർ ബേസ്ഡ് വിർച്വലൈസേഷൻസ്. ഇതും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഈ ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതിൽ ബാക്കി വരുന്ന ഒരു ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്. ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു വീട് വെക്കുന്ന സമയം ആ വീടിന്റെ ക്വാളിറ്റി വേണം, അല്ലെ? വീടിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ധൈര്യമായിട്ട് താമസിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയം ആ സോഫ്റ്റ്വെയർ ക്വാളിറ്റി വേണം. ആ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ക്വാളിറ്റി അഷുറൻസ് ടീം ഉണ്ടായിരിക്കണം. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ് ഗ്രൂപ്പ്, അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, ഡിഫറെന്റ് ടാസ്ക് പെർഫോംഡ് ബൈ SQA ഗ്രൂപ്പ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഭംഗിയായിട്ട് പഠിക്കണം. അതുപോലെ സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട് സോഫ്റ്റ്വെയർ ക്വാളിറ്റിക്ക്. അത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ISO സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. ഇതൊക്കെ പോയിന്റ്സ് ആണ്. ഇതും നന്നായിട്ട് നോക്കി വെക്കുക. നമുക്കറിയാം ഈ സബ്ജക്റ്റ് ഒത്തിരി ലെങ്തിയാണ്. ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കണമെന്നില്ല. ഓൾറെഡി പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾക്ക് ഓക്കെ ആണ്, ഇത് നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അല്ല, മൊഡ്യൂൾ 2-നെ കുറിച്ച് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, മൊഡ്യൂൾ 2 നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് അത് ഫോളോ ചെയ്ത് പഠിക്കും. ഓക്കെ, മൊഡ്യൂൾ 2 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിക്വയർമെന്റ് അനാലിസിസും ഡിസൈനുമാണ്. 2 ഫേസ് ആണ്. റിക്വയർമെന്റ്സ് കളക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് എയിൽ ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്താണ്. അതുപോലെ SRS ഡോക്യുമെന്റ്, സിസ്റ്റം റിക്വയർമെന്റ്, സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ്. ഈ ഒരു SRS ഡോക്യുമെന്റ് യൂസ് ചെയ്തിട്ടാണ് ഫർദർ ഫേസസിലേക്ക് ഈ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്ത് പോകുന്നത് തന്നെ. സോ SRS ഡോക്യുമെന്റ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം,
SRS ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ഇത് മസ്റ്റായിട്ട് പഠിക്കണം. അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് വരുന്ന ഫങ്ഷണൽ ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സ്. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എസ്എ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കമ്പാരിസൺ ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ രണ്ട് ഫങ്ഷണലും നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്സും ഇതിന്റെ കമ്പാരിസണും അത് മസ്റ്റായിട്ട് പഠിക്കണം. റിക്വയർമെന്റ് എലിസിറ്റേഷൻ, അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ആണ്. ഒരു ഡയഗ്രാം നിങ്ങൾക്കിവിടെ വരുന്നുണ്ട്, UML ഡയഗ്രാം. UML ഡയഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സബ്ജക്ട് പഠിക്കുന്ന സമയം ആ സബ്ജക്റ്റിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ള ഡയഗ്രാംസ് ആണ് UML ഡയഗ്രാം. ഒബ്ജക്റ്റ് ക്ലാസ് ഡയഗ്രാം, ഒബ്ജക്റ്റ് ഡയഗ്രാം, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം, ബിഹേവിയർ ഡയഗ്രാം തുടങ്ങിയ കുറേ ഡയഗ്രാംസ് ഉണ്ട്. അതിൽ ഒരു ഡയഗ്രാമാണ് യൂസ് കേസ് ഡയഗ്രാം. എൻ്റയർ സോഫ്റ്റ്വെയറിന്റെ വർക്കിംഗ് മനസ്സിലാക്കാൻ നമ്മൾ വരയ്ക്കുന്ന ഒരു ഡയഗ്രാം. ഫ്ലോ ചാർട്ട് വരയ്ക്കാറുണ്ടല്ലോ, അതൊരു കുഞ്ഞ് ഡയഗ്രാമാണ്. ഇത് കുറച്ചുകൂടെ ഡെപ്തിൽ വരും. യൂസ് കേസ് ഡയഗ്രാം. എൻ്റയർ സിസ്റ്റം, യൂസ് കേസ് എന്താണെന്നും അതിൽ വരുന്ന ആക്ടേഴ്സ് എന്താണെന്നും വരയ്ക്കേണ്ടതാണ് യൂസ് കേസ് ഡയഗ്രാം. വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് സെനാരിയോസും അതിന്റെ യൂസ് കേസ് ഡയഗ്രാമും കാണാൻ സാധിക്കും. വളരെ സിമ്പിൾ ആണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് യൂസ് കേസ് ഡയഗ്രാം. ഇനി ഇതിൽ ബാക്കി വരുന്ന രണ്ട് എസ്സേ, ഒന്ന് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഉണ്ട്. സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പേഴ്സോണ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മൊഡ്യൂൾ 2 പഠിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മൊഡ്യൂൾ 1 പഠിച്ചു കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 4ലേക്ക് പോവുക, ദെൻ മൊഡ്യൂൾ 3ലേക്ക് വരിക. മൊഡ്യൂൾ 4 റിസ്ക് മാനേജ്മെന്റ് ആദ്യം പഠിക്കുക, അതിനുശേഷം റിമൈനിങ് ടോപ്പിക്സ് പഠിക്കുക, ദെൻ മൊഡ്യൂൾ 3 വന്ന് ആ ടോപ്പിക്സ് ഒക്കെ പഠിക്കുക. കോഡിങ്ങും ടെസ്റ്റിങ്ങും അല്ലെ, കോഡിങ്ങും ടെസ്റ്റിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 5 പഠിച്ചു കഴിയുക. അതിനുശേഷം മാത്രം തിരിച്ച് എവിടെ വരിക, മൊഡ്യൂൾ 2ലേക്ക് വരിക. ഓക്കെ, എക്സാമിന് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് എഴുതരുത്. പോയിന്റ്സ് ആയിട്ടും സബ് പോയിന്റ്സ് ആയിട്ടും മാത്രം എഴുതുക. ഓക്കെ, എല്ലാവർക്കും എക്സാം ഈസി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.